നമ്മുടെ റോഡുകളിൽ ദിനംപ്രതി എത്രയോ അപകടങ്ങളാണ് നടക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. റോഡ് സുരക്ഷ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ കരട് വിജ്ഞാപനമാണിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. വാഹനങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിർബന്ധമാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. എന്താണ് ഈ സാങ്കേതിക വിദ്യ? എന്താണ് യഥാർത്ഥത്തിൽ ഈ വെഹിക്കിൾ ടു വെഹിക്കിൾ അഥവാ V2V സാങ്കേതിക വിദ്യ? ലളിതമായി പറഞ്ഞാൽ സമീപത്തുള്ള വാഹനങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു സംവിധാനമാണിത്. അതായത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വേഗത, കൃത്യമായ സ്ഥാനം, ദിശ, ആക്സിലറേഷൻ തുടങ്ങിയ വിവരങ്ങൾ തത്സമയം പരസ്പരം കൈമാറാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും. മുന്നിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാൽ തൊട്ടു പിന്നിലുള്ള വാഹനത്തിലെ ഡ്രൈവർക്ക് ഉടൻ തന്നെ മുന്നറിയിപ്പ് ലഭിക്കും. അതുപോലെ വാഹനം മുന്നിൽ ഇടിക്കാനുള്ള സാധ്യത, സുരക്ഷിതമില്ലാത്ത രീതിയിൽ ലൈൻ മാറ്റുന്നത്, ആംബുലൻസ് പോലുള്ള അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളുടെ വരവ് എന്നിവയെല്ലാം ഡ്രൈവർമാരെ മുൻകൂട്ടി അറിയിക്കാൻ ഈ സിസ്റ്റത്തിന് കഴിയും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറകൾ, റഡാറുകൾ, സെൻസറുകൾ എന്നിവയ്ക്ക് ഒരു പരിധിയുണ്ട്. എന്നാൽ ഡ്രൈവറുടെ കണ്ണെത്താത്ത ദൂരത്തിലുള്ള അല്ലെങ്കിൽ വളവുകൾക്കപ്പുറമുള്ള വിവരങ്ങൾ പോലും V2V സാങ്കേതികവിദ്യയിലൂടെ കൈമാറാൻ കഴിയും. നിലവിലുള്ള അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റത്തിന് ഇത് വലിയൊരു പിന്തുണയായിരിക്കും. വാഹന നിർമ്മാതാക്കൾക്കും മറ്റ് പങ്കാളികൾക്കും ഈ മാറ്റം നടപ്പിലാക്കാൻ ആവശ്യമായ സമയം നൽകുന്നതിനാണ് സർക്കാർ ഘട്ടം ഘട്ടമായി പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. 2027 ഒക്ടോബർ 1 മുതൽ വിപണിയിലെത്തുന്ന V2V സിസ്റ്റം ഇതിനോടകമുള്ള വാഹനങ്ങൾ പുതുക്കിയ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. 2028 ഒക്ടോബർ 1 മുതൽ നിർമ്മിക്കുന്ന എല്ലാ സ്വകാര്യ വാണിജ്യ വാഹനങ്ങളിലും V2V കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിർബന്ധമാക്കും. പുതിയ AS 230 മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ഇത്. ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇൻ്റൻഷൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന 5.875 GHz മുതൽ 5.925 GHz വരെയുള്ള ഫ്രീക്വൻസി ബാൻഡിലാണ് V2V സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്പെക്ട്രം ഉപയോഗിക്കുന്നതിന് പ്രത്യേക ലൈസൻസ് ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ടെലികോം മന്ത്രാലയം 2026 ജൂൺ 10 വിജ്ഞാപനമിറക്കിയിരുന്നു. ഭാവിയിലെ ഇൻ്റൻഷൻസ് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾക്ക് വലിയ കരുത്താകുന്ന ഈ പദ്ധതി നമ്മുടെ റോഡപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും.